ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് മെയ് മാസം 18-ാം തീയതി ഞായറാഴ്ച. എന്നോടൊപ്പം സുഭാഷിതങ്ങൾ ശ്രവിക്കുവാനും അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിച്ചറിയുവാനും എത്തിയിരിക്കുന്ന നിങ്ങളെവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവാരൂപി സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കേണേ. സങ്കീർത്തനം 95:6 ഇപ്രകാരമാണ്: വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. സങ്കീർത്തനം 95:6. ഇന്ന് നമുക്ക് ശ്രവിക്കേണ്ട സുഭാഷിതങ്ങൾ 18-ാം അധ്യായം, അതോടൊപ്പം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിൻ്റെ തുടർച്ച, 32 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ, പത്രോസിൻ്റെ സഭാ സന്ദർശനം എന്ന ഭാഗം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നും 18-ാം അധ്യായം. വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു. ഭോഷന് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിലല്ലാതെ കാര്യം ഗ്രഹിക്കുന്നതിൽ താൽപ്പര്യമില്ല. ദുഷ്ടതയോടൊപ്പം അവജ്ഞയും ദുഷ്കീർത്തിയോടൊപ്പം അപമാനവും വന്നു ഭവിക്കുന്നു. മനുഷ്യൻ്റെ വാക്കുകൾ അഗാധമായ ജലാശയമാണ്, ജ്ഞാനത്തിൻ്റെ ഉറവ പാഞ്ഞൊഴുകുന്ന അരുവിയും. ദുഷ്ടനോട് പക്ഷപാതം കാണിക്കുന്നതോ നീതിമാന് നീതി നിഷേധിക്കുന്നതോ നന്നല്ല. മൂഢൻ്റെ അധരങ്ങൾ കലഹത്തിന് വഴിതെളിക്കുന്നു, അവൻ്റെ വാക്കുകൾ ചാട്ടയടിയെ ക്ഷണിച്ചു വരുത്തുന്നു. മൂഢൻ്റെ നാവ് അവനെ നശിപ്പിക്കുന്നു, അവൻ്റെ അധരങ്ങൾ അവന് കെണിയാണ്. ഏഷണിക്കാരൻ്റെ വാക്കുകൾ സ്വാദുള്ള അപ്പക്കഷ്ണങ്ങൾ പോലെ അത്രേ, അത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. മടിയൻ മുടിയൻ്റെ സഹോദരനാണ്. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായൊരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. സമ്പത്താണ് ധനികൻ്റെ ബലിഷ്ഠമായ നഗരം, ഉയർന്ന കോട്ട പോലെ അത് അവനെ സംരക്ഷിക്കുന്നു. ഗർവം നാശത്തിൻ്റെ മുന്നോടിയാണ്, വിനയം ബഹുമതിയുടെയും. ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് ഉത്തരം പറയുന്നത് ഭോഷത്വവും മര്യാദകേടുമാണ്. ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു, തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ കഴിയും? ബുദ്ധിമാൻ അറിവ് നേടുന്നു, വിവേകി ജ്ഞാനത്തിന് കാതോർക്കുന്നു. സമ്മാനം കൊടുക്കുന്നവന് വലിയവരുടെ അടുക്കൽ പ്രവേശനവും സ്ഥാനവും ലഭിക്കുന്നു. മറ്റൊരാൾ ചോദ്യം ചെയ്യുന്നത് വരെ വാദമുന്നയിക്കുന്നവൻ പറയുന്നതാണ് ന്യായമെന്ന് തോന്നും. നറുക്ക് തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നു, അത് പ്രബലരായ പ്രതിയോഗികളെ തീരുമാനത്തിലെത്തിക്കുന്നു. സഹോദരൻ സഹായത്തിനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ്, എന്നാൽ കലഹം ഇരുമ്പഴികൾ പോലെ അവരെ പിടിച്ചകറ്റുന്നു. അധരഫലം ഉപജീവനമാർഗം നേടിക്കൊടുക്കുന്നു, അധരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും, അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനി ഭുജിക്കണം. ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ, അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. ദരിദ്രൻ കേണപേക്ഷിക്കുന്നു, ധനവാന്മാർ പരുഷമായി മറുപടി നൽകുന്നു. ചിലർ സ്നേഹിതരെന്ന് നടിക്കും, ചിലർ സഹോദരനേക്കാൾ ഉറ്റവരാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഇനി നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ശ്രവിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം, 32 മുതലുള്ള തിരുവചനങ്ങൾ. പത്രോസിൻ്റെ സഭാ സന്ദർശനം. പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ലിദായിലെ വിശുദ്ധരുടെ അടുക്കലെത്തി. അവിടെ ഐനയാസ് എന്നൊരുവനെ അവൻ കണ്ടുമുട്ടി. അവൻ 8 വർഷമായി തളർവാദം പിടിപെട്ട് രോഗശയ്യയിൽ ആയിരുന്നു. പത്രോസ് അവനോട് പറഞ്ഞു: ഐനയാസേ, യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു. ലിദായിലെയും സാറോണിലെയും സകല ജനങ്ങളും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു.
യോപ്പായിൽ തബീത എന്നു പേരായ ഒരു ശിഷ്യയുണ്ടായിരുന്നു. ഈ പേരിന് മാൻപേട എന്നാണ് അർത്ഥം. സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു. ആയിടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചു മുകളിലത്തെ നിലയിൽ കിടത്തി. ലിദ യോപ്പായുടെ സമീപത്താണ്. പത്രോസ് അവിടെയുണ്ടെന്നറിഞ്ഞ് ശിഷ്യന്മാർ 2 പേരെ അയച്ച് താമസിയാതെ തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു. പത്രോസ് ഉടനെ അവരോടൊപ്പം പുറപ്പെട്ടു. സ്ഥലത്തെത്തിയപ്പോൾ അവനെ മുകളിലത്തെ നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. വിധവകളെല്ലാവരും വിലപിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. അവൾ ജീവിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച വസ്ത്രങ്ങളും മേലങ്കികളും അവർ അവനെ കാണിച്ചു. പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നീട് മൃതശരീരത്തിൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, തബീത, എഴുന്നേൽക്കൂ. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. അവൻ അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവിക്കുന്നവളായി അവരെ ഏൽപ്പിച്ചു. ഇത് യോപ്പ മുഴുവൻ പരസ്യമായി. വളരെ പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു. അവൻ തുകൽ പണിക്കാരനായ ശിമയോൻ്റെ കൂടെ യോപ്പായിൽ കുറേ നാൾ താമസിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹമുള്ളവരെ, ഈ നിമിഷങ്ങൾ അത്രയും നിങ്ങൾ എന്നോടൊപ്പം വചന ശ്രവണത്തിൽ പങ്കാളികളായിരുന്നതിനും കർത്താവിൻ്റെ വചനത്തിന് സമയം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറച്ച് സമയം മാറ്റിവെക്കുന്നതിന് ദൈവം തീർച്ചയായും അതിന് 100 മടങ്ങായി നമുക്ക് പ്രതിഫലം നൽകും. വചനത്തിന് വേണ്ടി നാം കാണിക്കുന്ന തീക്ഷ്ണതയും സ്നേഹവും വചനം പ്രചരിപ്പിക്കുന്നതിലും നാം കാണിക്കണം തീക്ഷ്ണത ഒരു പ്രേക്ഷിത വേലയായി കണക്കാക്കി എൻ്റെ ഈ യൂട്യൂബ് ചാനൽ മറ്റുള്ളവരിലേക്ക് കൂടി പരിചയപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുവാൻ ആവശ്യപ്പെടുക. ശ്രവിക്കുക, ഷെയർ ചെയ്യുക. നന്ദി. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം